Hi friends, welcome to my channel. Today I am going to discuss regarding OET reading part C, especially how to deal attitude type questions. Let's start. നമുക്കിന്ന് ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് നോക്കാം. പല വീഡിയോയുടെയും അടിയിൽ കമൻറ്റ് കണ്ടിരുന്നു ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, റീഡിംഗ് പാർട്ട് സിയെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ കരുതി ഇന്ന് ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുക്കാമെന്ന്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്, വാട്ട് ഈസ് ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ന്യൂ പ്രോഗ്രാം? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് പാരഗ്രാഫിൽ ന്യൂ പ്രോഗ്രാമിനെ പറ്റിയുള്ള റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് രീതിയിലായിരിക്കാം ആ ആറ്റിറ്റ്യൂഡ് പറയുക, അല്ലേ? ഒന്നുകിൽ അത് ഒരു റൈറ്ററിൻ്റെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം, അതല്ലെങ്കിൽ നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ ന്യൂട്രലായിട്ടും പറയാം. അപ്പം അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പോസിറ്റീവാണോ, അത് നെഗറ്റീവാണോ, അതോ ന്യൂട്രലാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിനുശേഷം നമ്മളപ്പോൾ നമ്മുടെ ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ കഴിയുന്നതായിരിക്കും. ഇനി നമ്മുടെ പാരഗ്രാഫിലോട്ട് പോകാം. പാരഗ്രാഫിൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ നോൺ കംപ്ലൈൻസ് ആണ്. അതിൻ്റെ സബ് ഹെഡിങ് എന്ന് പറഞ്ഞാൽ എ US ഡോക്ടർ ഗീവ്സ് ഹിസ് വ്യൂസ് ഓൺ എ ന്യൂ പ്രോഗ്രാം. അപ്പോൾ ഒരു ന്യൂ പ്രോഗ്രാമിനെ പറ്റിയുള്ള US ഡോക്ടറിൻ്റെ വ്യൂസാണ് ഇവിടെ തന്നിരിക്കുന്നത്. പാരഗ്രാഫിലോട്ട് പോകാം. An important component of a patient's history and physical examination is the question of medication complaints, the term used by the physician to designate whether or not a patient is taking his or her medications. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പേഷ്യൻ്റെ ഹിസ്റ്ററിയും ഫിസിക്കൽ എക്സാമിനേഷനും ഒക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻറ്റ് തന്നെയാണ് മെഡിക്കേഷൻ കംപ്ലയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരോട് ചോദിക്കും, ഡോക്ടേഴ്സ് ചോദിക്കും മെഡിക്കേഷൻ കംപ്ലയിൻസ് ഉണ്ടോ. മെഡിക്കേഷൻ കംപ്ലയിൻസ് എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. ടേം യൂസ്ഡ് ബൈ ദ ഫിസിഷ്യൻ ടു ഡെസിഗ്നേറ്റ് വെദർ ഓർ നോട്ട് ദ പേഷ്യൻ്റ് ഈസ് ടേക്കിംഗ് ഹിസ് ഓർ ഹർ മെഡിക്കേഷൻ. അതായത് മെഡിക്കേഷൻ കംപ്ലയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, മെഡിക്കേഷൻസ് അവർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് അവർ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ആണ് മെഡിക്കേഷൻ കംപ്ലയിൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ദ ടേം യൂസ്ഡ് ബൈ ദ ഫിസിഷ്യൻസ് ടു ഡെസിഗ്നേറ്റ് വെദർ ഓർ നോട്ട് ദ പേഷ്യൻറ്റ് ടേക്കിംഗ് ഹിസ് ഓർ ഹർ മെഡിക്കേഷൻസ്. അടുത്ത സെൻറ്റൻസ്, മെനി എ ഹോസ്പിറ്റൽ ചാർട്ട് ബിയേഴ്സ് ദ നൊട്ടോറിയസ് കമൻറ്റ് പേഷ്യൻറ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് നോൺ കംപ്ലയിൻസ്. അപ്പം ഒരുപാട് ഹോസ്പിറ്റലുകളിലും നൊട്ടോറിയസ് കമൻ്റാണ് നൽകുന്നത്. എന്താണ് കമൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഈസ് നോട്ട് ടേക്കിംഗ് ദ മെഡിക്കേഷൻസ്, പേഷ്യൻ്റ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് നോൺ കംപ്ലയിൻസ്. നോൺ കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിരിക്കുന്ന മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് എടുക്കുന്നില്ല എന്നുള്ളത്. Now, under a new experimental program in Philadelphia, USA, patients are being paid to take their medications. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ന്യൂ പ്രോഗ്രാമിനെ പറ്റി തുടങ്ങുന്നത്. Now, under a new experimental program in Philadelphia, USA, യുഎസിലെ ഫിലാഡൽഫിയയിൽ ഒരു ന്യൂ എക്സ്പെരിമെൻ്റൽ പ്രോഗ്രാം ഉണ്ട്. പേഷ്യൻസ് ആർ ബീയിങ് പെയ്ഡ് ടു ടേക്ക് ദെയർ മെഡിക്കേഷൻസ് എന്ന് വെച്ചാൽ പേഷ്യൻസിന് മെഡിക്കേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവർ പേയ്മെൻറ്റ് കൊടുക്കുന്നു. പേയ്മെൻറ്റ് കൊടുത്ത് പേഷ്യൻറ്റിനെ കൊണ്ട് മെഡിക്കേഷൻ എടുപ്പിക്കുന്നു എന്നുള്ളത്. അതാണ് ഒരു ന്യൂ പ്രോഗ്രാം, ഒരു എക്സ്പെരിമെൻ്റൽ പ്രോഗ്രാമാണിത്. അതിനകത്ത് പേഷ്യൻസ് മെഡിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നു. ദ കൺസെപ്റ്റ് മേക്ക് സെൻസ് ഇൻ തിയറി. അപ്പം പിന്നെ പറയുകയാണ് ദ കൺസെപ്റ്റ് മേക്ക് സെൻസ്. ആ കൺസെപ്റ്റ് ഒരു സെൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഫെയിലുവർ ടു കംപ്ലൈ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ദാറ്റ് ദ പേഷ്യൻസ് ആർ റീഅഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ ഷോർട്ട്ലി ആഫ്റ്റർ ബീയിങ് ഡിസ്ചാർജ്ഡ്. അപ്പോൾ പറയുന്നത് ഫെയിലുവർ ടു കംപ്ലൈ, അതായത് പേഷ്യൻസ് മെഡിക്കേഷൻസ് കറക്റ്റായ രീതിയിൽ എടുക്കാത്തതാണ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ റീസൺ. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ദാറ്റ് ദ പേഷ്യൻസ് ആർ റീഅഡ്മിറ്റഡ്. പേഷ്യൻസ് റീഅഡ്മിറ്റഡ് ആവാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് പേഷ്യൻ്റ് അവരുടെ മെഡിക്കേഷൻസ് എടുക്കുന്നില്ല എന്നുള്ളതാണ്, കറക്റ്റായ രീതിയിൽ എടുക്കാത്തതാണ്. ഷോർട്ട്ലി ആഫ്റ്റർ ബീയിങ് ഡിസ്ചാർജ്ഡ്. അതുമൂലം എന്താണ്, അവർ ഡിസ്ചാർജ് ആയി പോയതിന് ശേഷം പിന്നെയും റീഅഡ്മിറ്റഡ് ആവുന്നു. പേഷ്യൻസ് മെഡിക്കേഷൻ എടുക്കാതെ വരുമ്പോൾ അവർ പിന്നെയും ഡിസ്ചാർജ് ആയതിനു ശേഷം പിന്നെയും റീഅഡ്മിറ്റഡ് ആവുന്നു എന്നാണ് പറയുന്നത്. അപ്പം
ഇവിടെ നമ്മളോട് ചോദിച്ചത് ന്യൂ പ്രോഗ്രാമിനെ പറ്റിയുള്ള റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്. അപ്പം ഇവിടെ പറഞ്ഞില്ലേ, ന്യൂ പ്രോഗ്രാം ഇൻ ഫിലാഡൽഫിയ USA, പേഷ്യൻസ് ആർ ബീയിങ് പെയ്ഡ് ടു ടേക്ക് ദെയർ മെഡിക്കേഷൻ. അതാണ് അവരുടെ ന്യൂ പ്രോഗ്രാം എന്ന് പറയുന്നത്. ന്യൂ പ്രോഗ്രാം എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് മെഡിക്കേഷൻ എടുക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്നതാണ് ന്യൂ പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ പറ്റിയുള്ള റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. ദ കൺസെപ്റ്റ് മേക്ക് സെൻസ് ഇൻ തിയറി. അപ്പോൾ നമ്മളൊരു കാര്യം അതിനൊരു സെൻസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്താണ്, അത് നമുക്കതിനോടൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടല്ലേ നമ്മളങ്ങനെ പറയുക, അല്ലേ? അത് കൊള്ളാമെന്ന് പറയുന്നത് എപ്പോഴാണ്, നമുക്കൊരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴാണ്, അല്ലേ? അപ്പോൾ അതാണ് ദ കൺസെപ്റ്റ് മേക്ക് സെൻസ് ഇൻ തിയറി. അപ്പോൾ റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇവിടെ എന്താണ്, പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻസിലോട്ട് നോക്കാം. ആൻസർ ഓപ്ഷൻ എ പറയുന്നു, ഹി ഡൗട്ട്സ് ദാറ്റ് ഇറ്റ്സ് കറക്റ്റ്ലി നെയിംഡ്. അപ്പം എ ഓപ്ഷൻ പറയുന്നത് ഹി ഡൗട്ട്സ് ദാറ്റ്, ഹി എന്ന് പറഞ്ഞാൽ റൈറ്റർ ഡൗട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ്ലി നെയിംഡ്. ഈ ആ ന്യൂ പ്രോഗ്രാമിന് കറക്റ്റായിട്ടാണോ നെയിം കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് ഡൗട്ടുണ്ട് എന്നാണ് എ ഓപ്ഷൻ പറയുന്നത്. അങ്ങനെ ന്യൂ പ്രോഗ്രാമിൻ്റെ നെയിമിനെ പറ്റിയോ റൈറ്റർക്ക് ഡൗട്ടുണ്ട് എന്നുള്ള രീതിയിലൊന്നും തന്നെ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പം നമുക്ക് എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി ഓപ്ഷൻ പറയുന്നു, ഹി അപ്രീഷിയേറ്റ് ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പം ഹി അപ്രീഷിയേറ്റ് ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. നമ്മളൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്കത് ഇഷ്ടപ്പെടുമ്പോൾ, അല്ലേ? അപ്പം പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞത്, കൺസെപ്റ്റ് മേക്ക് സെൻസ് എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു കൺസെപ്റ്റിന് സെൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം എന്താണ്, അതൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. ഇവിടെയും പറഞ്ഞേക്കുന്നത് എന്താണ്, ഈ റീസണും ബിഹൈൻഡ് ഇറ്റ്, ഹി അപ്രീഷിയേറ്റ് ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഈ റീസൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പൈസ കൊടുത്തിട്ട് പേഷ്യനെ കൊണ്ട് മെഡിസിൻ എടുപ്പിക്കുന്ന ആ പ്രോഗ്രാം, അതിനെയാണ് അവർ റീസൺസ് എന്ന് പറയുന്നത്. ഹി അപ്രീഷിയേറ്റ് ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഈ ന്യൂ പ്രോഗ്രാമിന് പുറകിലുള്ള ആ ഒരു കൺസെപ്റ്റിനെ അയാൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമുക്ക് അതെടുക്കാം. അടുത്ത സി ഓപ്ഷൻ പറയുന്നത്, ഹീ സ്കെപ്റ്റിക്കൽ അബൌട്ട് വെദർ ഇറ്റ് ക്യാൻ വർക്ക്. അപ്പം അവിടെ സ്കെപ്റ്റിക്കലായിട്ട്, അതായത് ഡൗട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ ഇത് വർക്കാവുമോ, ഈ പ്രോഗ്രാം വർക്കാവുമോ ഇല്ലയോ എന്നുള്ള രീതിയിലൊന്നും തന്നെ അവിടെ പറയുന്നില്ല, അല്ലേ? ആകെ ഒരു സെൻറ്റൻസ് പറഞ്ഞത് കൺസെപ്റ്റ് മേക്ക് സെൻസ് എന്നുള്ളതാണ്. അപ്പം സി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഹീ ഈസ് മോർ എന്തൂസിയാസ്റ്റിക് ദാൻ സം അതർ ഡോക്ടേഴ്സ്. അപ്പോൾ എന്തൂസിയാസ്റ്റിക് എന്നുള്ളത് കണ്ടുകൊണ്ട് നമ്മൾ ആ ആൻസർ തിരഞ്ഞെടുക്കരുത്. ബിക്കോസ് അവിടെ ഒരു കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഹീ ഈസ് മോർ എന്തൂസിയാസ്റ്റിക് ദാൻ സം അതർ ഡോക്ടേഴ്സ്. മറ്റുള്ള ഡോക്ടേഴ്സിനേക്കാൾ അദ്ദേഹം എന്തൂസിയാസ്റ്റിക് ആണ് എന്നാണ്. അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു ഈ പ്രോഗ്രാമിനോട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കമ്പാരിസൺ ഒന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ഡിയും എലിമിനേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഹി അപ്രീഷിയേറ്റ് ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പം നമ്മളൊരു പാരഗ്രാഫ് വായിച്ചിട്ട് ആ പാരഗ്രാഫിൽ നിന്ന് നോക്കണം അവരുടെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണോ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണോ അതോ ന്യൂട്രലായിട്ടുള്ളതാണോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനോട് മാച്ചാവുന്ന നമ്മുടെ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. അപ്പോൾ രണ്ട് പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് ഫുൾ നമ്മൾ വായിച്ച് നോക്കിയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള നമ്മുടെ പാരഗ്രാഫിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിന് ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ഡീൽ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ കമൻറ്റിംഗ് ഓൺ ദ പോപ്പുലാരിറ്റി ഓഫ് ഹോമിയോപ്പതി പ്രൊഫസർ ബ്രൂം ഷോസ് ദിസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഹോമിയോപ്പതിയുടെ പോപ്പുലാരിറ്റിയെ പറ്റി കമൻറ്റ് ചെയ്യുമ്പോൾ പ്രൊഫസർ ബ്രൂമിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ അയാളുടെ ഫീലിങ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫീലിങ്സ് എന്നുള്ള കാര്യം അവിടെ ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ഷോസിസ് എന്താണ്, അയാളുടെ എന്താണ് കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? അയാളുടെ എന്ത് മനോഭാവമാണ് അവിടെ കാണിക്കുന്നത് എന്നാണ്. പ്രൊഫസർ ബ്രൂമിൻ്റെ മനോഭാവം എന്താണെന്നാണ്. ഇനി നമ്മൾ പാരഗ്രാഫിലോട്ട് പോകുന്നു.
സോ വാട്ട്സ് ഗോയിങ് ഓൺ. അപ്പം പറയുകയാണ് എന്താണ് ഇവിടെ നടക്കുന്നത്. ഇഫ് ഓസ്ട്രേലിയൻസ് ആൻഡ് സിറ്റിസൻസ് ഓഫ് മെനി അതർ നേഷൻസ് അറൗണ്ട് ദ വേൾഡ് ആർ വോട്ടിംഗ് വിത്ത് ദെയർ വാലറ്റ്സ്, ഡസ് ദിസ് മീൻ ഹോമിയോപ്പതി മസ്റ്റ് ബി ഡൂയിങ് സംതിങ് റൈറ്റ്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഓസ്ട്രേലിയൻസ് ആൻഡ് സിറ്റിസൻസ് ഓഫ് മെനി അതർ നേഷൻസ് അറൗണ്ട് ദ വേൾഡ് ആർ വോട്ടിംഗ് വിത്ത് ദെയർ വാലറ്റ്സ്. അപ്പം ഓസ്ട്രേലിയൻസും അതുപോലെ തന്നെ വേറുള്ള കൺട്രീസിലെയും ആൾക്കാരെന്ന് പറയുന്നത് വോട്ടിംഗ് വിത്ത് ദെയർ വാലറ്റ്സ്. വോട്ടിംഗ് വിത്ത് ദെയർ വാലറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഇഡിയമാണ്. ഈ ഇഡിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പം നമ്മളുടെ നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു, നമ്മൾ എന്താ പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് വിത്ത് ദെയർ വാലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ചൂസ് ഓർ വോട്ട് അക്കോർഡിംഗ് ടു വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു ഫിനാൻഷ്യലി. അതായത് നമുക്ക് ഫിനാൻഷ്യലി എന്താണോ ബെസ്റ്റ് എന്നുള്ളത് അത് നമ്മൾ ചൂസ് ചെയ്യുന്നു. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല, നമ്മളുടെ ഫിനാൻസ് അനുസരിച്ച് നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കടയിൽ പോവുകയാണ്. കടയിൽ പോയി നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയതാണ്. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ അടുക്കി വെച്ചേക്കും, കുറേ ഡ്രസ്സ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ അവരോട് പറയുന്നു അതിങ്ങ് എടുക്കാൻ പറയുന്നു. അപ്പോൾ അവരത് എടുത്ത് തരുന്നു. അതെടുത്തപ്പോൾ നമുക്കത് നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ശരിക്കും നമ്മളത് ആ ഒരു ഡ്രസ്സ് കണ്ടിട്ട് നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ആ ഡ്രസ്സ്. നമ്മളങ്ങനെ എന്നിട്ട് അതിൻ്റെ വില നോക്കിയപ്പോഴത്തേക്ക് 5000 രൂപയാണ് എഴുതിയിരിക്കുന്നത്. അത് വില കണ്ടപ്പോൾ നമ്മൾ അതൊരിടത്തോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ വേറെ കുറേ ഡ്രസ്സ് നോക്കി. കുറേ ഡ്രസ്സ് നോക്കിയെങ്കിലും നമുക്ക് ആദ്യം നമ്മളെടുത്ത 5000 രൂപയുടെ ഡ്രസ്സിനോളോ നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടോ ഒന്നും തന്നെ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് നമുക്ക് അവിടെ കിട്ടിയില്ല. പക്ഷെ നമ്മളൊരു ഡ്രസ്സ് എടുത്തേ പറ്റൂ, നമുക്കൊരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ടുള്ള. അത് നമ്മൾ ഇങ്ങനെ കുറേ നോക്കിയിട്ട് അതിൽ നമുക്ക് ഏറ്റവും നന്നതെന്ന് തോന്നി ഒരെണ്ണം നമ്മളെടുത്തു. അത് ചിലപ്പോൾ ഒരു 500-1000 രൂപയുടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതെടുത്തു. അപ്പോൾ അവിടെ നമ്മൾ എടുത്തത് എങ്ങനെയാണ്, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതല്ല, നമ്മുടെ മനസ്സിന് ഇണങ്ങിയതല്ല നമ്മളത് എടുത്തത്. പക്ഷെ നമ്മുടെ പോക്കറ്റിന് ഉതകുന്നതൊരു കാര്യമാണ്, ഒരു ഡ്രസ്സാണ് നമ്മളെടുത്തത്. അങ്ങനെ നമ്മുടെ ഫിനാൻസ് അനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം സെലക്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നതിനേക്കാളും നമ്മുടെ പോക്കറ്റിന് ഇണങ്ങുന്ന രീതിയിൽ ഉതകുന്ന രീതിയിൽ ഒരു കാര്യം ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വോട്ടിംഗ് വിത്ത് ദെയർ വാലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയാണ് ഹോമിയോപ്പതി അതുപോലെയാണ് ഹോമിയോപ്പതി എന്നാണ് ഇവിടെ പറയുന്നത്. ഡസ് മീൻ ഹോമിയോപ്പതി മസ്റ്റ് ബി ഡൂയിങ് സംതിങ് റൈറ്റ്. അതിനർത്ഥം ഹോമിയോപ്പതി എന്തെങ്കിലും വർക്ക് ആവുന്നുണ്ട് എന്നാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഹോമിയോപ്പതിയുടെ അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ ഹോമിയോപ്പതിക്ക് ഇപ്പം ട്രീറ്റ്മെൻറ്റിന് അത്ര പൈസ കൊടുക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനർത്ഥം അങ്ങനെ ആൾക്കാർ പോകുന്നതായിരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഈ ഹോമിയോപ്പതി ശരിക്കും വർക്ക് ആവുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഫോർ മീ, എന്നെ സംബന്ധിച്ചിടത്തോളം ദ ക്രൂക്സ് ഓഫ് ദ ഡിബേറ്റ് ഈസ് എ ഡിസ്കണക്ട് ബിറ്റ്വീൻ ഹൗ ദ സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ കമ്മ്യൂണിറ്റി വ്യൂ ഹോമിയോപ്പതി. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രൂക്സ് ഓഫ് ദ ഡിബേറ്റ് അതെന്ന് പറയുന്നത് വേറൊരു ഇഡിയമാണ്. എന്ന് വെച്ചാൽ ദ മെയിൻ പോയിൻ്റ് എന്നുള്ള അർത്ഥമാണ്. എന്നെ സംബന്ധിച്ചുള്ള മെയിൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കണക്ഷൻ ബിറ്റ്വീൻ ഹൗ ദ സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ കമ്മ്യൂണിറ്റി വ്യൂ ഹോമിയോപ്പതി. ഹോമിയോപ്പതിയുടെ മെഡിക്കലിയും സയൻറ്റിഫിക് ആയിട്ടുള്ള വ്യൂ ആണ്. അതായത് സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ മെഡിക്കലി ഇത് പ്രൂവൺ അല്ല, ഇത് വർക്കാവും എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സയൻറ്റിഫിക്കലി ഇത് പ്രൂവൺ അല്ല. അപ്പം ആൻഡ് വാട്ട് മെനി വൈഡർ കമ്മ്യൂണിറ്റി ആർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. എന്നാൽ വൈഡർ കമ്മ്യൂണിറ്റി പറയുന്നത് രണ്ട് കമ്മ്യൂണിറ്റികളുടെ തമ്മിലുള്ള ഒരു ഡിസ്കണക്ഷനെയാണ് അവിടെ കാണിക്കുന്നത്. സയൻറ്റിഫിക്കലി ഇത് പ്രൂവൺ അല്ല, പക്ഷേ വൈഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവരിത് പറയുന്നത് സംതിങ് ഈസ് ഗെറ്റിംഗ് ഫ്രം ദ ഹോമിയോപ്പതി. അപ്പോൾ അവർ പറയുന്നത് സംതിങ് ഈസ് വർക്കിംഗ്. ഹോമിയോപ്പതിയെ പറ്റി പറയുന്നത് എന്തോ ഒരു വർക്കിംഗ് ആണെന്നാണ് വൈഡർ കമ്മ്യൂണിറ്റി പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു ഡിസ്കണക്ഷനാണ് പ്രൊഫസർ ബ്ലൂമിനെ സംബന്ധിച്ചിടത്തോളം മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊഫസർ അലക്സ് ബ്ലൂം ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ക്വീൻസ്ലാൻഡ്. The really interesting question is how can we possibly have something that people think works. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താ പറയുന്നത്, ഇതാണ് അയാളെ സംബന്ധിച്ചുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്. റിയലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ വി പോസിബിളി ഹൗ സംതിങ് ഈസ് പോസിബിൾ പീപ്പിൾ തിങ്ക് വർക്ക്സ്. അതായത്
സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലാത്ത ഒരു കാര്യം പീപ്പിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിയലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നു. വെൻ ടു ഓൾ ഇൻറ്റൻസ് ആൻഡ് പേർപ്പസ് ഫ്രം എ സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ് ഇറ്റ് ഡസൻറ്റ്. അങ്ങനെയല്ലേ എന്നാണ് ചോദിച്ചത്. ഫോർ ഓൾ ഇൻറ്റൻസ് ആൻഡ് പേർപ്പസസ് എന്ന് പറയുന്നത് അടുത്തൊരു ഇഡിയമാണ്. അതിനകത്ത് ചോദിച്ചത് അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാക്ടിക്കലി അല്ലെങ്കിൽ എസെൻഷ്യലി എന്നുള്ളൊരർത്ഥമാണ്. പ്രാക്ടിക്കലി സയൻറ്റിഫിക് പെർസ്പെക്റ്റീവിൽ ഇറ്റ് ഡസൻറ്റ്, ഇത് എങ്ങനെയാണ് വർക്കാവുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ആൻസർ ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ സർപ്രൈസ് അറ്റ് പീപ്പിൾസ് വില്ലിങ്നെസ് ടു പുട്ട് ദെയർ ട്രസ്റ്റ് ഇൻ ഇറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് അയാൾ പ്രൊഫസർ ബ്രൂം എന്ന് പറയുന്നത് സർപ്രൈസ്ഡ് ആണ് അറ്റ് പീപ്പിൾസ് വില്ലിങ്നെസ് ടു പുട്ട് ദെയർ ട്രസ്റ്റ് ഇൻ ഇറ്റ്. അതായത് ഹോമിയോപ്പതിയിൽ ആൾക്കാർ വിശ്വസിക്കുന്നു എന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലാത്ത ഒരു കാര്യം ആളുകൾ ഇപ്പോഴും അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നതാണ് അയാളെ സംബന്ധിച്ച്. അത് കേട്ടപ്പോൾ അയാൾക്ക് സർപ്രൈസാണ്. അതല്ലേ പറയുന്നത് നമ്മുടെ ഇതിനകത്ത് ചോദിച്ചിട്ടില്ലേ, ഹൗ ക്യാൻ വി പോസിബിളി ഹാവ് സംതിങ് ദാറ്റ് പീപ്പിൾ തിങ്ക് വർക്ക്സ്. എങ്ങനെയാണ് ഈ ആൾക്കാരിങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിനകത്തു നിന്നുള്ളൊരു മനോഭാവം എന്താണ്, അയാൾ സർപ്രൈസ്ഡ് ആണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുക, ഇതൊക്കെ എങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സർപ്രൈസ്ഡ് ആയിട്ടല്ലേ ഇതൊക്കെ എങ്ങനെയാണ് ഇത് എങ്ങനെ ഇത് അവർ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ നമ്മുടെ എന്ത് മനോഭാവമാണ് അവിടെ കാണിക്കുന്നത്, നമ്മൾ സർപ്രൈസ്ഡ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ ആണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെനകത്ത് നമ്മൾ കണ്ടു അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട്, ഒരു കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഇത് നേരത്തെ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ ആൻസർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് അയാൾ അപ്രീഷിയേറ്റ് ചെയ്യുവാണെന്ന്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് ആൻസറിനകത്ത് പറഞ്ഞത് ദ കൺസെപ്റ്റ് മേക്ക് സെൻസ്. കൺസെപ്റ്റ് മേക്ക് സെൻസ് എന്ന് പറയുമ്പോൾ അത് കൊള്ളാം എന്നുള്ള രീതി വരുമ്പോൾ അത് നമുക്ക് മനസ്സിലായി അതൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുവാണെന്ന്. ഇതിനകത്ത് എന്താണ് പറയുന്നത്, ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹൗ ക്യാൻ ബി, അവരെങ്ങനെയാണ് ഇതിനെ വിശ്വസിക്കുന്നത്. ഇത് ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ലാഞ്ഞിട്ടും ഇതെങ്ങനെയാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. റിയലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അയാളുടെ സർപ്രൈസാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ ആണ്. ബി എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രസ്ട്രേഷൻ അറ്റ് സയൻറ്റിസ്റ്റ് ഇനബിലിറ്റി ടു എക്സ്പ്ലെയിൻ ദെയർ വ്യൂസ് ഓൺ ഇറ്റ്. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ ഇനബിലിറ്റി അവരുടെ ആ വ്യൂവിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സയൻറ്റിസ്റ്റിൻ്റെ ഇന്നബിലിറ്റിയെ പറ്റി പ്രൊഫസർ ബ്രൂമിന് ഫ്രസ്ട്രേഷൻ ആണെന്നാണ് ഈ ഓപ്ഷൻ പറയുന്നത്. അവിടെ ഒരു ഫ്രസ്ട്രേഷൻ്റെ കാര്യങ്ങളൊന്നും, അതായത് സയൻറ്റിസ്റ്റിൻ്റെ ഇന്നബിലിറ്റിയെക്കുറിച്ചൊന്നും പറയുന്നില്ല അല്ലേ. സയൻറ്റിസ്റ്റിൻ്റെ ഇന്നബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സയൻറ്റിസ്റ്റിൻ്റെ ഇനബിലിറ്റിയെ പറ്റി ഒന്നും തന്നെ അവിടെ പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളും ഒന്നും തന്നെ നമ്മുടെ പാരഗ്രാഫിലില്ല. അപ്പം നമുക്ക് ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സി എന്ന് പറയുമ്പോൾ അക്സെപ്റ്റൻസ് ഓഫ് ദ വ്യൂ ദാറ്റ് ദ സബ്ജക്റ്റ് മേ മെറിറ്റ് ഫർദർ സ്റ്റഡിയുടെ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ പാരഗ്രാഫിൽ പറയുന്നില്ല. അപ്പം നമുക്ക് സി ഓപ്ഷന് എലിമിനേറ്റ് ചെയ്യാം. കൺസേൺ ഓവർ ദ റിസ്ക് പീപ്പിൾ ഫേസ് വെൻ റിസീവിങ് സച്ച് ട്രീറ്റ്മെൻറ്റ്. അയാൾ കൺസേൺഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല ഇല്ലേ. ഈ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാത്ത ഒരു കാര്യം ആൾക്കാരെങ്ങനെ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ കൺസേൺഡ് ആണെന്ന രീതിയിലൊന്നും തന്നെ പറഞ്ഞു. ഹൗ ക്യാൻ ബി പോസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, എങ്ങനെ ഇത് പോസിബിൾ ആവുന്നു എന്നാണ്. അപ്പോൾ അയാളുടെ സർപ്രൈസാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആൻസറിലേക്ക് എത്തുന്നതെന്നുള്ളത്. നമ്മൾ അതിനകത്തെ വരികൾ വായിക്കുക, നല്ല കെയർഫുള്ളായിട്ട് ആ വരികൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബൈ കോട്ടിംഗ് ഡിക്സൺ വുഡ്സ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ദ റൈറ്റർ ഷോസ് ദാറ്റ് ദ പ്രൊഫസർ. ഡിക്സൺ വുഡ്സിനെ കോട്ട് ചെയ്യുന്നതിലൂടെ റൈറ്റർ പ്രൊഫസറിൻ്റെ എന്ത് ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ദിസ് ആൻഡ് സിമിലർ ഇൻസിഡൻസ് ആർ വാട്ട് ഇൻസ്പയർഡ് പ്രൊഫസർ ഡിക്സൺ വുഡ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് UK to set out a mission to improve the patient safety.
അപ്പം പറയുന്നത് പ്രീവിയസ് പാരഗ്രാഫിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ദിസ് ആൻഡ് സിമിലർ ഇൻസിഡൻസ് വാട്ട് ഇൻസ്പയർഡ് പ്രൊഫസർ ഡിക്സൺ വുഡ്സ്. അപ്പോൾ സിമിലർ ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇൻസിഡൻറ്റ് പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് എന്നാലും വായിക്കാം. സിമിലർ ഇൻസിഡൻസ് ആർ വാട്ട് ഇൻസ്പയർഡ് പ്രൊഫസർ ഡിക്സൺ വുഡ്സ് ഓഫ് ദി യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് UK to set out a mission to improve the patient safety. എന്തോ സംതിങ് റിലേറ്റഡ് ടു പേഷ്യൻറ്റ് സേഫ്റ്റി ആയിട്ട്, പേഷ്യൻറ്റ് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഡിക്സൺ വുഡ്സ് ഒരു മിഷൻ സെറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ഷീ അഡ്മിറ്റ് ഗോയിങ് ടു ബി എ ചലഞ്ച് എന്ന് അവരത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഗോയിങ് ടു ബി ചലഞ്ചാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. മെനി ഡിഫറെൻറ്റ് പോളിസീസ് ആൻഡ് അപ്രോച്ചസ് ഹാവ് ബീൻ ട്രൈഡ് ടു ഡേറ്റ്. അപ്പോൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഫ്യൂ വിത്ത് വൈഡ് സ്പ്രെഡ് സക്സസ്. എന്നാൽ ഒന്നും തന്നെ ഫ്യൂ എന്ന് പറയുമ്പോൾ കാര്യമായിട്ടൊന്നും തന്നെ സക്സസ് ആയില്ല. ആൻഡ് ഓഫൺ വിത്ത് അൺഇൻറ്റൻറ്റഡ് കോൺസിക്വൻസ്. എന്നാൽ കൂടുതലും അൺഇൻറ്റൻറ്റഡ് കോൺസിക്വൻസസ് ആണ് ഉണ്ടാക്കിയത്. അതായത് പേഷ്യൻ്റ് സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പല മിഷൻസും അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫ്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മീനിങ് ആണ് അല്ലേ. ഫ്യൂ വിത്ത് വൈഡ് സ്പ്രെഡ് സക്സസ്. അപ്പോൾ ഒന്നും തന്നെ കാര്യമായിട്ടൊന്നും തന്നെ സക്സസ് ഉണ്ടായിട്ടില്ല. കൂടാതെ എന്താണ് ഓഫൺ വിത്ത് അൺഇൻറ്റൻറ്റഡ് കോൺസിക്വൻസസ്. കൂടുതലും കോൺസിക്വൻസസ് ഉണ്ടാവുകയും ചെയ്തു. അവർ നല്ലതിന് വേണ്ടി ചെയ്തു കൂടുതലും, പക്ഷേ പ്രശ്നങ്ങളുണ്ടാവുകയാണ് ചെയ്തത്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആർ വൈഡ്ലി യൂസ്ഡ്. Financial incentives are widely used, but recent evidence suggests that they have little effect. അപ്പോൾ അവർ പറയുന്ന ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് അവർ കൊടുത്ത് നോക്കി, വൈഡ്ലി യൂസ് ചെയ്ത് നോക്കി. ബട്ട് റീസെൻറ്റ് എവിഡൻസ്, അപ്പോൾ അതിനകത്തും ഇപ്പം ഈയിടെ അടുത്ത കാലത്തെ എവിഡൻസ് പറയുന്നതെന്ന് പറഞ്ഞാൽ ദേ ഹാവ് ലിറ്റിൽ എഫക്റ്റ്, അതിന് ലിറ്റിൽ എഫക്റ്റ് ആണുള്ളതെന്നാണ് പറയുന്നത്. ദർ ഇസ് എ ഡേഞ്ചർ ദാറ്റ് ദേ ടെൻ ടു എൻകറേജ് ദ എഫോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം അവിടെ ഒരു ഇത് പറയുന്നത് ദാറ്റ് ദേ ടെൻ ടു എൻകറേജ് ദ എഫോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലെയിൻ ഡിക്സൺ വുഡ്സ്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, പീപ്പിൾ കോൺസെൻട്രേറ്റ് ഓൺ ദ ഏരിയാസ് ദാറ്റ് ആർ ബീയിങ് ഇൻസെൻറ്റിവൈസ്ഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡിക്സൺ വുഡ്സിൻ്റെ വേർഡ്സ് കോട്ട് ചെയ്തേക്കുന്നത് അല്ലേ. എക്സ്പ്ലെയിൻസ് ഡിക്സൺ വുഡ്സ്. ഇൻ അതർ വേർഡ്സ്, പീപ്പിൾ കോൺസെൻട്രേറ്റ് ഓൺ ദ ഏരിയാസ് ദാറ്റ് ദേ ആർ ബീയിങ് ഇൻസെൻറ്റിവൈസ്ഡ്. അപ്പം എന്താണ്, അപ്പോൾ ഇൻസെൻറ്റിവൈസ് എന്ന് പറയുമ്പോൾ അവർക്ക് പൈസ കൊടുക്കുന്നു. അപ്പം പൈസ കൊടുക്കുമ്പോഴത്തേക്ക് അവർ ആ പൈസ കൊടുക്കുന്ന ഏരിയയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇൻസെൻറ്റിവൈസ്ഡ് ഏരിയയിലായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബട്ട് നെഗ്ലക്റ്റ് അതർ ഏരിയാസ്, മറ്റ് ഏരിയാസ് പൈസ കൊടുക്കാത്ത ഏരിയകളൊക്കെ അവർ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ഈവൻ നെസസറിലി കോൺഷ്യസ് നെഗ്ലക്റ്റ്. എന്നാൽ ഇതൊരു കോൺഷ്യസ് ആയിട്ടുള്ള നെഗ്ലക്റ്റ് അല്ല, അതായത് അവർ അറിഞ്ഞുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യുന്നതല്ല. പീപ്പിൾ ഹാവ് ഓൺലി എ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈം. അല്ല, ജനങ്ങൾക്കെന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമേ ഉള്ളൂ. അപ്പം അതിനിടെ സോ ഇറ്റ്സ് ഇന്നെവിറ്റബിൾ ദേ ഫോക്കസ് ഓൺ ദി ഏരിയാസ് ദാറ്റ് ദേ ആർ മെഷേർഡ് ആൻഡ് റിവാർഡഡ്. അപ്പോൾ അവർ റിവാർഡ് മെഷർ ചെയ്യുന്നതും റിവാർഡഡ് ആയിട്ടുള്ള ഏരിയയിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇന്നവിറ്റബിളാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് നമ്മൾ പൈസ കൊടുത്തൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ ആ കാര്യത്തിലായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധയെന്ന് പറയുന്നത്. മറ്റുള്ള കാര്യങ്ങൾ, പൈസ കൊടുക്കാത്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നെഗ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള നെഗ്ലക്റ്റ് അല്ല. പീപ്പിളിനെന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. അപ്പോൾ ആ ലിമിറ്റഡ് ടൈമിൽ അവർക്ക് റിവാർഡ് കിട്ടുന്നതും മെഷർ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എ നോക്കിയാൽ അണ്ടർസ്റ്റാൻഡ് വൈ ഹെൽത്ത് കെയർ എംപ്ലോയീസ് ഹാവ് ടു മേക്ക് സർട്ടൺ ചോയ്സസ്. അതല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ചോയ്സസ് എടുക്കുന്നത്? അവർക്ക് ഇൻസെൻറ്റിവൈസ് കൊടുക്കുന്ന ഏരിയയിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, മറ്റുള്ളിടത്ത് അവർ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ടാണ് വൈ ഹെൽത്ത് കെയർ എംപ്ലോയീസ് ഹാവ് ടു മേക്ക് സർട്ടൺ ചോയ്സസ്, എന്തുകൊണ്ടാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് സർട്ടൺ ചോയ്സ് എടുക്കുന്നതെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. പ്രൊഫസർ അണ്ടർസ്റ്റാൻഡ് വൈ ഹെൽത്ത് കെയർ എംപ്ലോയീസ് ഹാവ് ടു മേക്ക് സർട്ടൺ ചോയ്സസ്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ഓപ്ഷൻ നോക്കുക, ഡൗട്ട്.
പ്രൊഫസർ ഡൗട്ട് ചെയ്യുന്നു വെദർ റിവാർഡ് സ്കീംസ് ആർ ലൈക്ലി ടു പുട്ട് പേഷ്യൻസ് അറ്റ് റിസ്ക്. ബി ഓപ്ഷൻ പറയുന്നത് നമ്മൾ ഈ റിവാർഡ് സ്കീം വെച്ചേക്കുന്നതുകൊണ്ട് പേഷ്യൻറ്റിനെ റിസ്കിലേക്ക് ആക്കുന്നുവെന്ന് പ്രൊഫസർ ഡൗട്ട് ചെയ്യുന്നു എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. പ്രൊഫസർക്ക് ഒരു ഡൗട്ട് ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല അല്ലേ. അവിടെ പറയുന്നത് എന്തുവാണ്? People concentrate on the areas that they are being incentivized but neglect other areas. It is not even necessarily conscious neglect. People have only a limited amount of time. അവർക്ക് കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇൻസെൻറ്റിവൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ റിവാർഡഡ് അല്ലെങ്കിൽ മെഷേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡ് ആവുന്നുണ്ട് അല്ലേ. അണ്ടർസ്റ്റാൻഡ് വൈ ദ health care employees have to make certain choices. അതാണ് ആൻസർ ഓപ്ഷൻ എ. അത് നമ്മുടെ കറക്റ്റ് ആൻസർ. ബി എന്ന് പറയുമ്പോൾ ഡൗട്ട്സ് വെദർ റിവാർഡ് സ്കീം, അവിടെ ഡൗട്ട് ചെയ്യുന്നില്ല. സി എന്ന് പറയുമ്പോൾ ബിലീവ് സ്റ്റാഫ് ഷുഡ് ബി പെയ്ഡ് എ ബോണസ് ഫോർ അച്ചീവിങ് ഗോൾസ്. സ്റ്റാഫ് ഷുഡ് ബി പെയ്ഡ് എന്ന് ബിലീവ് ചെയ്യുന്നു. സ്റ്റാഫ് ഷുഡ് ബി പെയ്ഡ് ബോണസ് ടു അച്ചീവ് ദ ഗോൾസ്. ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്റ്റാഫ് ഷുഡ് ബി പെയ്ഡ്, അങ്ങനെ നമ്മൾക്ക് പാരഗ്രാഫിൽ പറയുന്നില്ല. പ്രൊഫസർ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പ്രൊഫസർ ഫീൽസ് ദ പീപ്പിൾ ഇൻ ക്വസ്റ്റ്യൻ ഹാവ് മെയ്ഡ് പുവർ ചോയ്സസ്. ക്വസ്റ്റ്യൻ ഹാവ് മെയ്ഡ് പുവർ ചോയ്സസ് മെയ്ഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒന്നും തന്നെ അവിടെ പറയുന്നില്ല അല്ലേ. ഫീൽസ് ദ പീപ്പിൾ ഇൻ ക്വസ്റ്റ്യൻ ഹാവ് മെയ്ഡ് പുവർ ചോയ്സസ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. അണ്ടർസ്റ്റാൻഡ്, അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇൻസെൻറ്റിവൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ഫോക്കസ് ചെയ്യുകയും അതർ ഏരിയാസ് അവർ നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പം ഇവിടെ പ്രൊഫസറിൻ്റെ മനോഭാവം എന്താണ്? അണ്ടർസ്റ്റാൻഡ് വൈ ഹെൽത്ത് കെയർ എംപ്ലോയീസ് ഹാവ് ടു മേക്ക് സർട്ടൻ ചോയ്സസ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വാട്ട് ഈസ് ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു ദ ലാക്ക് ഓഫ് മാനുഫാക്ചറിങ് ഗൈഡ് ലൈൻസ് ഫോർ മ്യൂസിക് ഡിവൈസ് ഇൻ ഓസ്ട്രേലിയ? അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ലാക്ക് ഓഫ് മാനുഫാക്ചറിങ് ഗൈഡ് ലൈൻസ് ഫോർ ദ മ്യൂസിക് ഡിവൈസ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ മ്യൂസിക് ഡിവൈസിൻ്റെ ലാക്ക് ഓഫ് മാനുഫാക്ചറിങ് ഗൈഡ് ലൈൻസിലുള്ള അപര്യാപ്തതയെക്കുറിച്ച് റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ മ്യൂസിക് ഡിവൈസസിൻ്റെ മാനുഫാക്ചറിങ് ഗൈഡ് ലൈൻസിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. ഇവിടെ പറയുന്നത് ഇൻ ഓസ്ട്രേലിയ എ നമ്പർ ഓഫ് ഹിയറിംഗ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ് സച്ച് ആസ് Cheers for years are teaching children and young adults about the damaging effects of excessive noise exposure from their personal music with some encouraging results. അവിടെ പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹിയറിംഗ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരുപാട് ഹിയറിംഗ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ് ഉണ്ടായത്. സച്ച് ആസ് Cheers for years are teaching children and young adults about the damaging effects. അപ്പോൾ ഇവർ ചിൽഡ്രനെയും യങ് അഡൽട്സിനെയും ഒക്കെ അതിൻ്റെ ഡാമേജിങ് എഫക്ട്സിനെ പറ്റി പഠിപ്പിച്ചു. ഓഫ് എക്സസീവ് നോയ്സ് എക്സ്പോഷർ ഫ്രം ദെയർ പേഴ്സണൽ മ്യൂസിക് പ്ലെയേഴ്സിൽ നിന്ന് എക്സസീവായിട്ട് നോയ്സ് ഉണ്ടായാലുണ്ടാകുന്ന ഡാമേജിങ് എഫക്ട്സിനെ പറ്റിയൊക്കെ അവർ പഠിപ്പിച്ചു. വിത്ത് സം എൻകറേജിങ് റിസൾട്ട്സ്, അതിന് കുറച്ച് എൻകറേജിങ് റിസൾട്ട്സും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹോപ്പ്ഫുള്ളി എന്നൊരു എന്താണ് അവിടെ ഒരു ഇതാണ് ഇമോഷൻസാണ് കാണിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ദിസ് വിൽ ലീഡ് ടു മോർ റെസ്പോൺസിബിൾ ബിഹേവിയർ ആൻഡ് പ്രിവെൻറ്റ് ഫ്യൂച്ചർ കേസസ്. ഇത് കാരണം ദിസ് വിൽ ഇത് ലീഡ് ചെയ്യും എന്തിലോട്ട്? മോർ റെസ്പോൺസിബിൾ ബിഹേവിയർ ആൻഡ് പ്രിവെൻറ്റ് ഫ്യൂച്ചർ കേസസ് ഓഫ് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ഇൻ യങ് അഡൽട്സ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ അവരെ ടീച്ച് ചെയ്തത് കാരണം റെസ്പോൺസിബിൾ ബിഹേവിയർ ഉണ്ടാകും. അതായത് ഹിയറിംഗ് ലോസ് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് തടയാൻ വേണ്ടിയിട്ട് അവർ റെസ്പോൺസിബിൾ ബിഹേവിയർ ഉണ്ടായേക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഹോപ്പ്ഫുള്ളി
കറൻ്റ്ലി ഇപ്പം പറയുകയാണ്, ഇപ്പോഴത്തെ കാര്യം അവർ പറയുന്നത് ഫ്യൂച്ചറിൽ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും കറൻ്റ്ലി ദർ ആർ നോ മാക്സിമം വോളിയം ലിമിറ്റ്സ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പേഴ്സണൽ മ്യൂസിക് പ്ലെയേഴ്സ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ ഇപ്പോഴും ഇത്ര വരെ ഒരു ലിമിറ്റൊന്നുമില്ല, മാക്സിമം വോളിയം ലിമിറ്റൊന്നുമില്ല മാനുഫാക്ചേഴ്സ് ഓഫ് പേഴ്സണൽ മ്യൂസിക് പ്ലെയേഴ്സ് ഇൻ ഓസ്ട്രേലിയ. അതായത് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഇത്ര വരെ മാക്സിമം മ്യൂസിക് പ്ലെയേഴ്സിൽ സൗണ്ട് ആകാവുള്ളൂ എന്നുള്ള ഒരു ഇതൊന്നും ലിമിറ്റൊന്നും ഇപ്പോഴില്ല. ദിസ് ഈസ് ഇൻ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ടു യൂറോപ്പ്. ഇത് നേരെ തിരിച്ചാണ് യൂറോപ്പിൽ. വെയർ ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ ആഫ്റ്റർ ഇറ്റ് വാസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 15 and 100 million യൂറോപ്യൻസ് വെയർ അറ്റ് റിസ്ക് ഓഫ് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ഡ്യൂ ടു പേഴ്സണൽ മ്യൂസിക്. പേഴ്സണൽ മ്യൂസിക് പ്ലെയേഴ്സ്. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ് യൂറോപ്പിലെന്നാണ് പറയുന്നത്. സിൻസ് 2009 ദ യൂറോപ്യൻ യൂണിയൻ ഹാസ് പ്രൊവൈഡഡ് ഗൈഡൻസ് ടു ലിമിറ്റ് ബോത്ത് ദ ഔട്ട്പുട്ട് ആൻഡ് ദ യൂസേജ് ടൈം ഓഫ് ദീസ് ഡിവൈസസ്. 2009 മുതൽ യൂറോപ്യൻ യൂണിയന് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്തു ഫോർ ലിമിറ്റ് ബോത്ത് ദ ഔട്ട്പുട്ട് ആൻഡ് ദ യൂസേജ് ഓഫ് ദ ടൈം. അതായത് അതിൻ്റെ ഔട്ട്പുട്ടിനും അത് എത്ര നേരത്തേക്ക് യൂസ് ചെയ്യാവുള്ളൂ എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഗൈഡ് ലൈൻസ് 2009 മുതൽ യൂറോപ്പിൽ പ്രൊവൈഡ് ചെയ്തു. കൺസിഡറിങ് ദ ഇമ്പാക്ട് ഓഫ് ഹിയറിംഗ് ലോസ് ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് സൊസൈറ്റി. കൺസിഡറിങ് ദ ഇമ്പാക്ട് ഓഫ് ഹിയറിംഗ് ലോസിൻ്റെ ഇമ്പാക്റ്റ്, ഇൻഡിവിജ്വലിൽ ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചിലവുമെല്ലാം കണക്കിലാക്കിയിട്ട് ഇറ്റ്സ് അൺക്ലിയർ വൈ ഓസ്ട്രേലിയ ഹാസ് നോട്ട് അഡോപ്റ്റഡ് സിമിലർ ഗൈഡ് ലൈൻസ്. അതായത് ഇങ്ങനെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടിട്ട് ഓസ്ട്രേലിയയിൽ ഒരു ടീച്ചിങ് ആദ്യം പറഞ്ഞിരുന്നത് ഒരു ടീച്ചിങ് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഗൈഡ് ലൈൻസ് ഇല്ല. ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി അവരോട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുത്തു. എങ്കിലും അവർ അതിനോട് സം എൻകറേജിങ് റിസൾട്ട്സൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഹോപ്പ്ഫുള്ളി അവരിത് പറയുന്നത് അവർ പ്രതീക്ഷിക്കുന്നു ദിസ് വിൽ ലീഡ് ടു മോർ റെസ്പോൺസിബിൾ ബിഹേവിയർ ആൻഡ് പ്രിവെൻറ്റ് ഫ്യൂച്ചർ കേസസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിച്ചേക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവർ അവിടെ ഗൈഡ് ലൈൻസ് ഒന്നും ഉണ്ടാക്കിയില്ല. ഇത്ര വരെ മാക്സിമം സൗണ്ടിൻ്റെ ലിമിറ്റ് ഇത്രയാണെന്നോ അല്ലെങ്കിൽ ഇത്ര നേരമേ യൂസ് ചെയ്യാവുള്ളൂ എന്നുള്ള ഗൈഡ് ലൈൻസ് ഒന്നും അവരുണ്ടാക്കിയില്ല. അതേസമയം യൂറോപ്പിലാണെങ്കിൽ ഇങ്ങനെ ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് അവരവിടെ 2009 മുതൽ ഒരു ലിമിറ്റ് വയ്ക്കുകയും ഇത്ര നേരമേ യൂസ് ചെയ്യാവുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വലിൽ ഉണ്ടാകുന്ന ഹിയറിംഗ് ലോസിൻ്റെയും സൊസൈറ്റിയിലുണ്ടാകുന്ന കോസ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ ഹിയറിംഗ് ലോസ് ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ യൂറോപ്പിൽ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇറ്റ്സ് അൺക്ലിയർ വൈ ഓസ്ട്രേലിയ ഹാസ് നോട്ട് അഡോപ്റ്റഡ് സിമിലർ ഗൈഡ് ലൈൻസ്. പക്ഷേ ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു സിമിലർ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാത്തത് എന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. സം സ്മാർട്ട് ഫോൺസ് ആൻഡ് മ്യൂസിക് പ്ലെയേഴ്സ് അലോ യു ടു സെറ്റ് യുവർ ഓൺ മാക്സിമം വോളിയം ലിമിറ്റ്സ്. ചില സ്മാർട്ട് ഫോണിലൊക്കെ മ്യൂസിക് പ്ലെയേഴ്സിലുമൊക്കെ മാക്സിമം ലിമിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. ലിമിറ്റിംഗ് ദ ഔട്ട്പുട്ട് ഓഫ് 85 decibel ഈസ് എ ഗ്രേറ്റ് ഐഡിയ ഇഫ് യു ആർ റെഗുലർ യൂസർ. അതായത് 85 decibel ലിമിറ്റ് ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ ആണെന്നാണ് പറയുന്നത്. ആൻഡ് വാല്യൂ പ്രിസർവിങ് യുവർ ഹിയറിംഗ് പ്രിസർവ് ചെയ്യാൻ ഇതൊരു നല്ല ഐഡിയ ആണ്. ടേക്കിംഗ് ബ്രേക്ക് ടു അവോയ്ഡ് കണ്ടിന്യൂഡ് നോയ്സ് എക്സ്പോഷർ വിൽ ഓൾസോ ഹെൽപ്പ് റെഡ്യൂസ് യുവർ റിസ്ക് ഓഫ് ഡാമേജിങ് യുവർ ഹിയറിംഗ്. അതുപോലെ തന്നെ ബ്രേക്കൊക്കെ എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മ്യൂസിക് പ്ലെയേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ബ്രേക്കൊക്കെ എടുക്കുന്നത് നമുക്ക് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഡാമേജിങ് യുവർ ഹിയറിങ്ങിൻ്റെ ഡാമേജ് കുറയ്ക്കാൻ
സഹായിക്കും എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കാം. ദർ ഈസ് നോ ക്ലിയർ റീസൺ വൈ ഓസ്ട്രേലിയ ഹാസ് നോട്ട് ക്രിയേറ്റഡ് ഗൈഡ് ലൈൻസ്. അവിടെ പറയുന്നുണ്ട് അത് അല്ലേ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ്. അവിടെ പറയുന്നില്ലേ ഇറ്റ്സ് അൺക്ലിയർ, എന്താണെന്ന് അറിയില്ല. വൈ ഓസ്ട്രേലിയ ഹാസ് നോട്ട് അഡോപ്റ്റഡ് സിമിലർ ഗൈഡ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഓസ്ട്രേലിയയിൽ സിമിലർ ഗൈഡ് ലൈൻസ് അഡോപ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നിവിടെ പറയുന്നില്ലേ. അവിടെ നിന്നാണ് നമ്മുടെ ആൻസർ. ദർ ഈസ് നോ ക്ലിയർ റീസൺ വൈ ഓസ്ട്രേലിയ ഹാസ് നോട്ട് ക്രിയേറ്റഡ് ഗൈഡ് ലൈൻസ്. അപ്പം റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡാണ് ലാക്ക് ഓഫ് മാനുഫാക്ചറിങ് ഗൈഡ് ലൈൻസ്. എന്തുകൊണ്ടാണ് മ്യൂസിക് ഡിവൈസസിൻ്റെ ലാക്ക് ഓഫ് മാനുഫാക്ചറിങ് ഗൈഡ് ലൈൻസ് ഓസ്ട്രേലിയയിൽ ഉണ്ടാവാനുള്ള കാരണം എന്നാണ് പറയുന്നത്. അതിനോടുള്ള റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഈ പറയുന്നത്. ദർ ഈസ് നോ ക്ലിയർ റീസൺ വൈ ഓസ്ട്രേലിയ ഹാസ് നോട്ട് ക്രിയേറ്റഡ് ഗൈഡ് ലൈൻസ്. ബി ഓപ്ഷൻ നോക്കിയത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗൈഡ് ലൈൻസ് ഇൻ ഓസ്ട്രേലിയ ഈസ് അൺനെസസറി. അവിടെ അൺനെസസറി ആയതുകൊണ്ടാണോ? അവിടെയും ഉണ്ട് ഹിയറിംഗ് ലോസ്, അഡൽട്ട്സിലും ചിൽഡ്രനിലും ഒക്കെ ഹിയറിംഗ് ലോസ് ഉണ്ട്. അപ്പോൾ അവിടെ അൺനെസസറി ആയതുകൊണ്ടാണോ? അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഗൈഡ് ലൈൻസ് പ്രോബബ്ലി വോണ്ട് ബി ക്രിയേറ്റഡ് ഇൻ ഓസ്ട്രേലിയ. അങ്ങനെ അവിടെ പറയുന്നില്ല, വോണ്ട് ബി ക്രിയേറ്റഡ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല അല്ലേ. അപ്പോൾ സി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു ക്രിയേറ്റ് ഗൈഡ് ലൈൻസ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഡിഫിക്കൾട്ട് ആയിരിക്കും, അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. ഓസ്ട്രേലിയയിൽ യൂറോപ്പിൽ അവർ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഗൈഡ് ലൈൻസ് 2009 തൊട്ട് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കി. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഇത് സിമിലർ ഗൈഡ് ലൈൻസ് ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. അപ്പം അവിടെ പറയുന്നുണ്ട് ഇറ്റ്സ് അൺക്ലിയർ വൈ ഓസ്ട്രേലിയ ഹാസ് നോട്ട് അഡോപ്റ്റഡ് സിമിലർ ഗൈഡ് ലൈൻ. എന്തുകൊണ്ടാണെന്നറിയില്ല ഓസ്ട്രേലിയയിൽ സിമിലർ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാത്തത് എന്നാണ്. അതാണ് നമ്മുടെ റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മളും നാല് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അത് ഒരുപാട് ടൈം ആവും. അപ്പം നിങ്ങൾക്ക് അത്രയും നേരം ഇരുന്ന് കാണാനുള്ള ഒരു ഇത് കാണില്ല. അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് കാണരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം നിങ്ങളിലേക്ക് കിട്ടത്തില്ല. നിങ്ങൾ എടുക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ അതൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടാക്കാൻ ഇടയാകും. മറ്റുള്ള വീഡിയോ അതായത് എൻ്റർടൈനിങ് വീഡിയോസൊക്കെ കാണുന്നത് പോലെ സ്കിപ്പ് ചെയ്ത് കാണരുത്. കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തം കാണുക, അല്ല സമയമില്ലാത്തവരാണെങ്കിൽ കാണാതിരിക്കുക. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു ഇത്. കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. സമയമുള്ളപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ സമയമില്ലാതെ എന്തിനെങ്കിലും വെറുതെ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്നു എന്ന് കണ്ടിട്ട് അത് ഓപ്പൺ ആക്കി നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴാണോ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനുള്ളത് ആ ടൈമിൽ മാത്രം നിങ്ങൾ കാണുക. കാരണം പെട്ടെന്ന് നിങ്ങൾ പകുതി വെച്ച് കണ്ടിട്ട് പിന്നെ പകുതി കാണുന്നതിലും വലിയൊരു ഇതില്ല. കറക്റ്റ് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ടൈം നിങ്ങൾ ചൂസ് ചെയ്യുക, എന്നിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ ഓരോരോ ക്വസ്റ്റ്യനായിട്ട് ഓരോ വീഡിയോ ചെയ്യാം. ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഓരോ ക്വസ്റ്റ്യനായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം. ഇതിപ്പം ഇച്ചിരി ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങളത് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.